തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിലെ പ്രതികളെ സഹായിച്ച പോലീസുകാരനെതിരെ നടപടി. കടയ്ക്കൽ സ്റ്റേഷനിലെ CPO നവാസിനെതിരെയാണ് നടപടി. ഇയാളെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിവരം നവാസ് പ്രതികൾക്ക് ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയിരുന്നു. തിരുവല്ലത്ത് ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകുന്നുവെന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് പ്രതികൾക്ക് അന്വേഷണ വിവരങ്ങൾ ചോർത്തി നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ നടപടിയെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ തിരുവല്ലം CI ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ CS നാഗരാജുവിന് കൈമാറിയിരുന്നു. ഈ പ്രതികൾക്ക് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകി. അങ്ങനെയാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായം ഒരുക്കിയത്. ഇതിന് പിന്നിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ രഹസ്യമായ നീക്കമുണ്ട് എന്ന കാര്യങ്ങളായിരുന്നു റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായ പരിശോധന നടത്തി അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവിന്മേൽ സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് എന്ത് എന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നാണ്. അതായത് അവർ അവിടെ നിന്ന് ഒളിവിൽ പോയിരിക്കുന്നു. ആ ഒളിവിൽ നിന്ന് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണം നടക്കുന്നുവെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും ഈ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരും പിടിയിലാകാത്തത് പോലീസിന്റെ അനാസ്ഥയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവല്ലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചുകൾ അടക്കമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്.